ഇന്ന് രാവിലെ എനിക്ക് എന്റെ കുറച്ച് സുഹൃത്തുക്കൾ അയച്ചു തന്ന വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ചെയ്യണം എന്ന് തോന്നിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നമ്മുടെ ചാനലിൽ എപ്പോഴും ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ സന്തോഷ നിമിഷങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് എന്റെ മുന്നോട്ട് മുമ്പുള്ള വീഡിയോസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ സാധിക്കുന്നതാണ്. ഒന്നില്ലെങ്കിൽ എന്റെ പെർഫോമൻസുകൾ, കഥകളിയോ ഓട്ടുംതുള്ളലോ ഡാൻസോ അങ്ങനെ എന്തെങ്കിലും, അതല്ലെങ്കിൽ ഞങ്ങളുടെ എന്തെങ്കിലും യാത്രകളോ ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറിയോ അങ്ങനെ സന്തോഷമുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുക. അത് മാത്രമല്ല അതൊരു നമ്മളുടെ നല്ല ഭംഗിയുള്ള ഓർമ്മകളായതുകൊണ്ട് തന്നെ അത് സൂക്ഷിക്കുക എന്നുള്ള രണ്ട് ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ ആ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുള്ളത്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ശ്രീ, ഹാപ്പി ബർത്ത്ഡേ ടു യു. പക്ഷെ ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ച് അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ഇതുവരെ ഇട്ടിട്ടില്ല. പക്ഷെ ഇപ്പം എനിക്ക് ഇടണം, അതൊരു ആവശ്യമാണെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഇടുന്നത്. നമ്മളുടെ ചാനലിൽ ഇതുവരെ ഞാൻ സംസാരിക്കാത്തൊരു കാര്യമാണ് പിന്നെ ശ്രീനെ സംബന്ധിച്ച് ഒരു വാർത്ത വന്നതും 2 മാസം മുമ്പ് വന്ന ഒരു വാർത്തയും ഒരു കേസും ഒക്കെ. അപ്പൊ അതിനെപ്പറ്റി ഈ കഴിഞ്ഞ ആഴ്ച സാർക്ക് ലൈവ് എന്ന് പറയുന്ന ചാനലിന്, ഒരു ഓൺലൈൻ ചാനലിന് വേണ്ടിയിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ യാദൃശ്ചികമായിട്ട് ഈ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കേണ്ടി വരികയും അങ്ങനെ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഒരു 2 മാസം മുമ്പൊക്കെ എന്റെ ശ്രീയുടെ ഫോട്ടോ അങ്ങനെ വന്നു എല്ലാ ന്യൂസ് ചാനലിലും ഒക്കെ, ലൈംഗിക അതിക്രമം എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരിക്കൽ പോലും ഇല്ലാത്തൊരു പ്രശ്നം പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ ഒരാള് വന്ന് പറയുന്നു. എന്താ പറയാ, നട്ടാ കിളിക്കാൻ പറ്റാത്ത നുണാന്ന് പറയില്ലേ, അത് ഇങ്ങനെ അങ്ങനെ പറയാൻ പറ്റും. ഇപ്പൊ വ്യാജ പരാതി കൊടുത്ത് ഇങ്ങനെ ഒരാളെ കൊടുക്കാം എന്ന് ഇനി ഇത്തരത്തിലുള്ള ആൾക്കാർ വിചാരിക്കാനേ പാടില്ല. ലൈംഗിക അതിക്രമം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ എഴുതുന്നത്. പിന്നെ നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് പോവാനോ നമുക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് ഇടപെടാനോ പറ്റാത്ത ഒരു ഫ്രെയിമിലാണ് അവർ കൊണ്ട് നിർത്തുന്നത്. ഇത് 100% കള്ളപ്പരാതിയാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കറിയാം, ഈ പറയുന്നവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അത് ഞങ്ങൾ തെളിയും. അപ്പോ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് റിയാക്ഷൻ വീഡിയോസ് ഇന്നലെയൊക്കെ അപ്ലോഡ് ചെയ്തു. അത് ഇന്ന് രാവിലെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോ എനിക്ക് അതില് എന്താ പറയാ, എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. കാര്യം ഇപ്പം നമ്മളുടെ അടുത്ത് അങ്ങനെ ഒരു വാർത്ത വന്ന സമയത്ത്, ആ ഒരു കേസ് വന്ന സമയത്ത് നമ്മളുടെ ചാനലിലും അല്ലെങ്കിൽ എന്റെ ഫേസ്ബുക്ക് പേജിലും ഒക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെ പറ്റിയിട്ട് പ്രതികരിക്കാത്തത്, എന്തുകൊണ്ടാണ് അത് സംസാരിക്കാത്തത് എന്നുള്ളത്. അപ്പോഴൊക്കെ നമ്മൾ മൗനം പാലിക്കാൻ അതിന് വ്യക്തമായ കാരണം ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയതും സംസാരിക്കുന്നതും. അപ്പൊ അന്ന് ഈ എന്തുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നില്ല എന്ന് ചോദിച്ച ആൾക്കാര്, നിങ്ങൾ എന്തുകൊണ്ട് വന്ന് പറയുന്നില്ല, നിങ്ങൾ വന്ന് പറയേണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള 2-3 യൂട്യൂബ് ചാനലിലുള്ള ആൾക്കാർ തന്നെയാണ് നമ്മൾ ഇതിനെപ്പറ്റി കഴിഞ്ഞ ആഴ്ച സംസാരിച്ചു കഴിഞ്ഞപ്പോ നിങ്ങൾ വന്ന് പറയാൻ വൈകിപ്പോയി, ഞാൻ അതിനോടൊട്ടും യോജിക്കുന്നില്ല, അതല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ വന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്, ആരാണ് വിശ്വസിക്കാൻ പോകുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നു. ഒരുപാട് കമന്റ്സ് ഞാൻ വായിച്ചു. അപ്പം എനിക്ക് അവരുടെ അടുത്ത് പറയാനുള്ളത് എന്ന് പറഞ്ഞാല്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര ഈസി ആയിട്ടുള്ള ഒരു കേസല്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ കൊടുക്കുന്ന പരാതി എന്ന് പറയുന്നത് അത്ര ഈസിയുള്ള കാര്യമല്ല. അപ്പോ എല്ലാവരും ഒരുപോലെ പറഞ്ഞൊരു കാര്യമാണ്. നിവിൻ പോളി ഭയങ്കര ഗട്സോടുകൂടി വന്ന് പറഞ്ഞു, നിവിൻ പോളി പ്രതികരിച്ച പോലെ എന്തുകൊണ്ട് ശ്രീ പ്രതികരിക്കുന്നില്ല എന്നൊക്കെയുള്ളത്. ഓരോ കേസിനും ഓരോന്നിന്റേതായ രീതികളുണ്ട്. എല്ലാ കേസുകളും ഒരുപോലെ ആവണം എന്നില്ല, എല്ലാ കേസുകളിലും വന്നിട്ടുള്ള വകുപ്പുകൾ ഒന്നാവണം എന്നില്ല, എല്ലാത്തിന്റെയും സ്വഭാവത്തിനും വ്യത്യാസമുണ്ടാകും. അപ്പം ചിലർക്ക് അപ്പൊ തന്നെ ഒരു പക്ഷെ അത് പറയാൻ പറ്റുമായിരിക്കും, ചിലർക്ക് ഒരാഴ്ച കഴിഞ്ഞ് പറയാൻ പറ്റും, ചിലർക്ക് 1 മാസം കഴിഞ്ഞ്, ചിലർക്ക് 2 മാസം കഴിഞ്ഞ്, ചിലർക്ക് ഇതിനെപ്പറ്റി പറയാനേ പറ്റാത്ത അവസ്ഥയുണ്ടാവും. ചിലപ്പോ ഈ കേസെല്ലാം കഴിഞ്ഞ് ഒരു 2-3 വർഷമൊക്കെ എടുക്കും ഒരു പക്ഷേ ചില കേസുകൾ തീരാൻ വേണ്ടിയിട്ട്. അപ്പം പറയാൻ പറ്റുന്നവരുണ്ടാകും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഈ കേസിനുണ്ട്. അത് ഈ
ഈ കേസിന്റെ സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ ഇത്തരം കേസുകൾ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കറിയാവുന്ന അഭിഭാഷകരോട് ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അതിനെപ്പറ്റി അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് വളരെ എളുപ്പമാണ്. ഇപ്പം ഇങ്ങനെയൊരു അലിഗേഷൻ വന്ന് ഞാനും ശ്രീയും ഞങ്ങളുടെ ഫാമിലിയും ഒരു ഉത്സവത്തിൽ പങ്കെടുക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വാർത്ത വന്നത്. ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളും ആ വാർത്തയിലൂടെയാണ് അറിയുന്നത് ഇങ്ങനെ ഒരു കേസ് വന്നു എന്നുള്ളത്. ന്യൂസ് ചാനലുകളിൽ ഇവരുടെ രണ്ടുപേരുടെയും ഫോട്ടോ ഉൾപ്പെടെ ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞ് വന്ന ന്യൂസ് കണ്ടിട്ടാണ് ഞങ്ങളും അറിയുന്നത് ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട് എന്നുള്ളത്. അല്ലാതെ നമുക്ക് അറിവില്ല. ആ ഒരു സമയത്ത് പൊതുവെ ഞാനാണ് വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആള്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് അങ്ങനെയല്ല, ഇതെങ്ങനെയാണെന്നൊക്കെ പറയണം എന്നുള്ളത്. പക്ഷേ നമ്മളോട് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആ സമയത്ത് ഓടി വരികയും ഇന്നതാണ് ഈ കേസിന്റെ സ്വഭാവം എന്ന് പറയുകയും ഞങ്ങളുടെ തന്നെ ഏറ്റവും അടുത്തുള്ള സുഹൃത്തായിട്ടുള്ള ആള് തന്നെയാണ് ഞങ്ങളുടെ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്. അവര് നമ്മളുടെ വീട്ടിൽ വന്നിരുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞു തന്നു. ഇന്ന കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇതൊന്നും നമുക്കിപ്പോ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അത് ഈ കേസിന്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പം ഇന്ന കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന രീതിയിലാണ് മൂവ് ചെയ്യേണ്ടത്. പിന്നെ ഇത്തരം കേസുകൾ നമ്മൾ ജാമ്യം എടുക്കേണ്ടതുണ്ട്. അല്ലാതെ ഈസി ആയിട്ട് എനിക്കെതിരെ ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട്, ഇന്നാളാണ് കേട്ടോ കേസ് കൊടുത്തത്, ഇന്നതാണ് കേട്ടോ കേസ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ തീരുന്ന ഒരു കേസല്ല ഇത് കോടതിയിൽ തന്നെ തീർക്കേണ്ട കേസാണ്. അതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടായിരിക്കാം. ഇപ്പൊ എനിക്കും അറിവില്ലായിരുന്നു. ഇങ്ങനെ ഒരു കാര്യം വരുമ്പോഴല്ലേ നമ്മൾ ഇതിനെപ്പറ്റി അന്വേഷിക്കുള്ളൂ. അപ്പം അതിന് നമ്മൾ കുറച്ച് സമയം കൊടുത്തേ പറ്റുള്ളൂ. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് അത് ഇങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് പറയാം എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ ഞാൻ പറയുകയാണ്. ഇനി ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പബ്ലിക്കിനോട് പറയാൻ പറ്റും എന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങൾ പറയും. പക്ഷെ ഇതെന്താണ് ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളെ ഈ കാര്യത്തിൽ സഹായിക്കാൻ ഉള്ളത് ഇന്ത്യൻ നിയമവ്യവസ്ഥ മാത്രമാണ്. നമ്മുടെ നിയമവ്യവസ്ഥയിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആദ്യത്തെ ആ ദിവസം മുതൽ ഇപ്പോൾ വരെ മുന്നോട്ട് പോകുന്നത്, ഇനി മുന്നോട്ട് പോകുന്നതും. അതിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. സത്യം തന്നെ വിജയിക്കും എന്നുള്ള ഒരു വിശ്വാസവുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കേസ് എന്നാണോ തീരുന്നത്, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ നിയമം എപ്പോഴാണോ ഞങ്ങളെ അനുവദിക്കുന്നത് അപ്പൊ നമ്മൾ വന്ന് പറയുന്നതായിരിക്കും. അതാണ് അതിൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. വളരെ പെട്ടെന്ന് നിങ്ങൾ എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല എന്നുള്ള ചോദ്യത്തിന്. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ അടിയിൽ വരുന്ന കമന്റ്സുകൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കമന്റുകൾ ഞാൻ കണ്ടു. അവരോട് എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. കൂടെയുണ്ട് എന്ന് പറഞ്ഞതിന് ഒരുപാട് നന്ദി. അതല്ലാതെ വന്ന കമന്റുകളുണ്ട്. അതായത് ഭർത്താവ് എന്ത് തോന്നിയവാസവും കാണിച്ചിട്ട് ന്യായീകരിക്കാൻ വരുന്നു, വെളുപ്പിക്കാൻ വരുന്നു. പിന്നെ ഒരു കമന്റ്, ന്യായീകരിച്ചല്ലേ പറ്റൂ, ഒരു കുട്ടി ഉണ്ടായി പോയില്ലേ, ഭർത്താവ് കൈവിട്ട് പോയാൽ പിന്നെ എന്ത് ചെയ്യും, വേറെ ആളെ കിട്ടില്ലല്ലോ. ഇങ്ങനത്തെ കുറെ കമന്റുകൾ ഞാൻ കണ്ടു. എനിക്ക് അവരോട് പറയാനുള്ളത്, വളരെ കൃത്യമായി എല്ലാത്തിനെ കുറിച്ചും ചിന്തിക്കാനും സംസാരിക്കാനും കഴിവുള്ള ഒരാളാണ് എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. പിന്നെ അത്യാവശ്യം വിദ്യാഭ്യാസവും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്ത് തോന്നിയാസം കാണിക്കുന്ന ഒരാളെ ന്യായീകരിക്കാൻ ഞാൻ നിൽക്കില്ല, ഇതുവരെ നിന്നിട്ടുമില്ല. പിന്നെ എനിക്ക് കംഫർട്ടല്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ മാറിപ്പോകലാണ് പൊതുവെ എന്റെ രീതി. അപ്പോ അങ്ങനെ ഒരു തെറ്റ് ചെയ്ത ഒരാളെ ന്യായീകരിച്ച് വെളുപ്പിച്ച് അദ്ദേഹത്തിന്റെ കൂടെ താമസിക്കാൻ ഉള്ള ഒരു മാനസിക നിലയല്ല എന്റേത്. ഞാൻ പഠിക്കുന്ന കാലം മുതൽ തന്നെ ജോലി ചെയ്യാൻ ശീലിച്ചിട്ടുള്ള ആളാണ്. പാർട്ട് ടൈമായി ജോലി ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പോഴും ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് എന്റെ വീട്ടുകാര് ഞങ്ങളെ രണ്ടുപേരെയും, എന്നെയും എന്റെ ചേച്ചീനെയും വളർത്തി നമ്മളെ ട്രെയിൻ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. സ്വന്തം കാലിൽ നിൽക്കാം, ഒന്നിനെയും ഭയപ്പെടാതെ തന്നെ നിൽക്കാൻ ധൈര്യമുള്ള ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്താലും അങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കി അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കണം എന്നുള്ളൊരു മാനസികാവസ്ഥയൊന്നും എനിക്കില്ല. പക്ഷെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് വ്യക്തമായ ധാരണയുള്ളത് കൊണ്ട് തന്നെയാണ് 100% ഞാൻ ശ്രീയുടെ കൂടെ നിൽക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്നും അതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്നും കൃത്യമായിട്ട് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. അത് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നിയമം
നമ്മൾ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെയാണ്. പക്ഷെ അതൊരു സമയത്ത് അതൊക്കെ റിവീൽ ചെയ്യുന്ന ഒരു സമയം വരും, അന്ന് ഞാൻ വന്ന് പറയും. അപ്പൊ ആ കമന്റ് ഇടുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, അത്ര എനിക്കില്ലാത്ത ഒരു അല്ലെങ്കിൽ എന്റെ വീട്ടുകാർക്കില്ലാത്തൊരു ടെൻഷനൊന്നും ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് വേണ്ട എന്നുള്ളത് തന്നെയാണ്. എനിക്ക് പറ്റില്ല എന്ന് തോന്നിയാൽ പറ്റില്ല, അത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് എന്ന് പറയുന്നത്, ഇപ്പം നമ്മള് ആ ഒരു ദിവസം മുതൽ ഇപ്പൊ വരെ, അതല്ലെങ്കിൽ ഞങ്ങളുടെ ഇന്റർവ്യൂസ് നേരത്തെ എടുത്തതും ഒക്കെ ഇപ്പം യൂട്യൂബില് കിടക്കുന്നുണ്ട്. അപ്പൊ അതിലുള്ള 2-3 പേര് കമന്റ് ഇട്ടതാണ്, ഇതിൽ ശ്രീകുമാർ ഒന്നും സംസാരിക്കുന്നില്ല, സ്നേഹയാണ് കൂടുതൽ സംസാരിക്കുന്നത്. പിന്നെ സ്നേഹ ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും ശ്രീകുമാറിന്റെ മുഖത്തിന് എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെയുള്ള രീതിയിലുള്ള കമന്റുകൾ ഞാൻ കണ്ടു. അപ്പോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം ആദ്യത്തെ ഇന്റർവ്യൂ ഞങ്ങൾ കൊടുക്കുന്നത് JB ജംഗ്ഷൻ ജോൺ ബ്രിട്ട സാറിന്റെ കൂടെയാണ്. ആ ഇന്റർവ്യൂ മുതൽ ഇപ്പോഴുള്ള ഇന്റർവ്യൂ വരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കൂടുതൽ സംസാരിക്കുന്ന ആള് ഞാൻ തന്നെയാണ്. ശ്രീ അധികം സംസാരിക്കാത്ത ഒരാളാണ്. കുറച്ചൊരു എന്താ പറയാ, കുറച്ചൊരു ഇൻട്രോവേർട്ട് ആയിരുന്നു, ഇപ്പൊ കുറച്ചല്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്റെ കൂടെ വന്നതിന് ശേഷമാണ് കുറച്ചെങ്കിലും അതിൽ നിന്ന് മാറ്റം ഉണ്ടായിട്ടുള്ളത്. സംസാരം പൊതുവെ കുറവായിട്ടുള്ള ഒരാൾ തന്നെയാണ് ശ്രീ. അപ്പൊ അത് ഇപ്പോഴത്തെ ഇന്റർവ്യൂ എന്നുള്ളതല്ല, അത് ഈ കേസ് വന്നുകൊണ്ടും അല്ല, ഇതിന് മുന്നത്തെ ഇന്റർവ്യൂസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഞങ്ങളുടെ തന്നെ യൂട്യൂബ് വീഡിയോയിൽ കാണാം, ഞാനായിരിക്കും കൂടുതൽ സംസാരിക്കുന്നത്, പുള്ളി അധികം അതിപ്പോ ഓരോരുത്തരുടെ സ്വഭാവ രീതിയല്ലേ, അത് ഇന്നുണ്ടായിട്ടുള്ളതല്ല, പണ്ട് മുതലേ പുള്ളി അങ്ങനെ തന്നെയാണ്. അപ്പം അത് കണ്ടിട്ട് ഇനിയിപ്പം അങ്ങനെ ഒരു സംശയത്തിന്റെ കാര്യമൊന്നും ഇല്ല. അപ്പൊ അതാണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പം പിന്നെ നമുക്കിതിൽ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, ഇത്ര ഈസി ആയിട്ട് നമ്മൾ വന്നിരുന്ന അങ്ങനെയുമുണ്ട്, നമ്മൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ഇങ്ങനെ ഒരു കാര്യം, എനിക്ക് കരഞ്ഞുകൊണ്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ കരയാൻ ഇഷ്ടമുള്ള ഒരാളൊന്നും അല്ല ഞാൻ. അതാണ് അതിന്റെ കാര്യം. അപ്പം എന്താ പറയാ, ഇപ്പൊ നമ്മള് പലരെയും കണ്ടിട്ടുണ്ട്, ഉള്ള കഥകളും ഇല്ലാ കഥകളും ഒക്കെ പറഞ്ഞ് കണ്ണീര് കാണിച്ചുകൊണ്ട് ഒരാളുടെ ഇഷ്ടവും നേടിയെടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതല്ലാതെ തന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, എന്റെ ചിരിച്ച മുഖം ഇഷ്ടപ്പെടുന്നവരുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്ത എന്റെ കഥാപാത്രങ്ങളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. എനിക്ക് ആ ഇഷ്ടം മതി. അതല്ലാതെ ഒരു കണ്ണുനീര് കൊണ്ടോ അല്ലെങ്കിൽ ഒരു കള്ളക്കണ്ണീര് കൊണ്ടോ എനിക്കൊന്നും നേടാനില്ല. അതും ഞാൻ പറയുകയാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ, 100% ഞാൻ വിശ്വസിക്കുന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥയെ തന്നെയാണ്. നമ്മൾ നിയമപരമായി തന്നെയാണ് അത് നേരിടാൻ പോകുന്നത്. അതിന്റെ ഇടയിൽ ഒരുപാട് പേര് എങ്കിലും അങ്ങനെ കേസ് എടുത്തൂടെ, ഇങ്ങനെ കേസ് എടുത്തൂടെ, ഇതിനൊക്കെ പരിമിതികളുണ്ട്. പക്ഷേ എന്നാലും ഞാൻ ഉറപ്പിച്ച എന്റെ തീരുമാനം ഞാൻ പറയുകയാണ്, ഇതിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് പോകില്ല, മുന്നോട്ട് തന്നെ പോകും. ഇതിന്റെ സത്യം നമ്മൾ തെളിയിക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം എന്നുള്ള രീതിയിലാണ് ഞങ്ങളിപ്പം നിൽക്കുന്നത്. അത് തന്നെയാണ് നമ്മളുടെ തീരുമാനം. പിന്നെ ഇതൊക്കെയാണെങ്കിലും ഞാൻ പറയുന്നത്, ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഒരാളെയും ഉപദ്രവിക്കാൻ അങ്ങോട്ട് പോവാറില്ല. നമുക്ക് കംഫർട്ട് അല്ല എന്ന് തോന്നിയ സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. അതിപ്പം നമ്മളുടെ തൊഴിലിടത്തിൽ നിന്നാണെങ്കിലും അതല്ലാതെ മറ്റ് സന്ദർഭങ്ങളിലാണെങ്കിൽ പോലും എനിക്ക് കംഫർട്ട് അല്ലാന്ന് തോന്നിയാൽ ഞാൻ അവിടുന്ന് മാറി നിൽക്കുക എന്നുള്ളതല്ലാതെ അവിടെ ഒരാളെ പാര വെച്ച് പുറത്തു ചാടിക്കാനോ അതല്ലെങ്കിൽ അവരുടെ തൊഴിൽ നഷ്ടപ്പെടുത്താനോ ഒന്നും ഞാൻ നിന്നിട്ടില്ല. അതിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പോ അങ്ങനെ ഇപ്പൊ നമ്മള് ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും നമുക്കൊരു എനർജിയിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. ദൈവവിശ്വാസം എന്നൊക്കെ പറയുന്നത് അതൊരു എനർജി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിലെനിക്ക് വിശ്വാസമുണ്ട്. നമ്മളുടെ കർമ്മം തന്നെയാണ് ദൈവം എന്നുള്ളതാണ്. അതായത് ഇപ്പോ നമ്മൾ അമ്പലത്തിൽ പോകും, അല്ലെങ്കിൽ 24 മണിക്കൂറും പ്രാർത്ഥിക്കും. ഇതെല്ലാം ചെയ്തിട്ട് മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല, അതിൽ നിന്ന് ഒരു നേട്ടം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ നമ്മുടെ ജോലി കൃത്യമായി ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുക, അവരെ സഹായിച്ചിട്ടില്ലെങ്കിലും ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതല്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിച്ച് ഇപ്പൊ ഞാൻ സ്ത്രീയാണ്, നമ്മളെല്ലാവരും കാണുന്നതാണ്. നമ്മൾ പൊങ്കാലിയിടാൻ പോകും, അതല്ലെങ്കിൽ ചോറ്റാനിക്കര മകം തൊഴാൻ പോകാറുണ്ട്, മൂകാംബികെ പോകാറുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ട് ഞാൻ പോയിട്ട് ഈ പൊങ്കാല ഇട്ടിട്ടോ ചോറ്റാനിക്കരയിൽ മകം തൊഴുതിട്ടോ മൂകാംബികയെ പോയി തൊഴുതിട്ടോ ഒന്നും ഒരു കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.
ദൈവത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ നമ്മളുടെ പ്രവൃത്തിയും കൂടെ നന്നായെങ്കിൽ മാത്രമേ ആ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ കൂടെ നിൽക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിലെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ പറയാറാവുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ പറയും. ഇനി നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞങ്ങളുടെ പേജിലായാലും യൂട്യൂബ് ചാനലിലായാലും നേരിട്ട് കാണുമ്പോഴും ഒക്കെ വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ഒരു ഇഷ്ടത്തിന്റെ ബലത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി അതും കൂടെ ഞാൻ പറയാം. നമ്മളൊരു പോസ്റ്റ് ഇടുമ്പോ അതല്ലെങ്കിൽ ഒരു വീഡിയോ ഇടുമ്പോഴൊക്കെ മറ്റുള്ളവരെ ആക്രമിക്കാൻ വേണ്ടി ഒരു ഫാൻസ് അസോസിയേഷനും ഇല്ലാത്ത ആള് തന്നെയാണ്. ഒരു സാധാരണക്കാരിയാണ് ഞാൻ. അതും ഞാൻ പറയാം. ആരെയും നമ്മൾ നിയോഗിച്ചിട്ടില്ല, ഒരു ഫാൻസ് അസോസിയേഷനെയും നമ്മൾ നിയോഗിച്ചിട്ടില്ല. നമുക്ക് അങ്ങനെ ഒരു ഫാൻസ് അസോസിയേഷനും ഇല്ല. പക്ഷെ ഹൃദയത്തിൽ നിന്ന് സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളൊരു ഉറപ്പും നമുക്കുണ്ട്. അതും ഉണ്ട് കേട്ടോ. ഇത് ഞാൻ എന്തുകൊണ്ട് ഇവിടെ പറയുന്നു എന്ന് വെച്ചാൽ അത്തരം ചില കാര്യങ്ങളും കൂടി നമുക്ക് എന്താ പറയാ തെളിവായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുമൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതെല്ലാം കൂടി റിവീൽ ചെയ്യുന്ന ഒരു സമയം വരും. ഇപ്പൊ നമുക്ക് പരിമിതികളുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ ഒരു റിയാക്ഷൻ വീഡിയോസിലൊക്കെ അത് ആരാണ് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. 2-3 ഒന്നിച്ച് കണ്ടതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എങ്കിലും ഞാൻ പറയാം, ശ്രീകുമാറിന് വന്ന് പറയാൻ പറ്റില്ലെങ്കിൽ വൈഫിന് വന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരാള്. അപ്പൊ അദ്ദേഹത്തോടല്ല അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുകയാണ്, നമുക്ക് ഇങ്ങനെ ഒരു കാര്യം വീട്ടിൽ വരുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് നിയമപരമായിട്ട് ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഒരു കാര്യം. നിയമപരമായിട്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ, ഇതിൽ സത്യം തെളിയിക്കാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു ഞാൻ. അതാണ് അതിന്റെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പം ഞാനും ശ്രീയും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അതിനു മുമ്പ് ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പൊ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോ ഒരിക്കലും എനിക്ക് എന്താ പറയാ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ. അങ്ങനെ ഒരു വീഡിയോ വന്ന് പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം, അന്ന് ഞാൻ വീഡിയോ ഇട്ടിരുന്നെങ്കിൽ എനിക്ക് ഇത്ര പോലും സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. കാര്യം ഞാൻ പറയുന്ന ഓരോ വാക്കുകളും ഈ കേസിനെ ബാധിക്കുമായിരുന്നു, അത് എന്റെ ഹസ്ബൻഡിനെ ബാധിക്കുമായിരുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ പ്രതികരിക്കാതിരുന്നത്. അതല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു, എന്നെ അറിയുന്നവർക്കറിയാം, ഞാൻ കുറച്ച് പെട്ടെന്ന് അത്തരം കാര്യങ്ങളൊക്കെ പ്രതികരിക്കുന്ന ആളാണ്. പക്ഷെ അത് നമ്മളുടെ കേസിനെ ബാധിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി മനസ്സിലായതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. പക്ഷെ ഇനി അങ്ങനെയല്ല. ഇനി നമ്മൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പോകെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും. ഈ വീഡിയോ കുറച്ച് നീണ്ടുപോയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷെ എങ്കിൽ പോലും എനിക്ക് ഈ കാര്യങ്ങൾ പറയണം എന്ന് തോന്നി. ഇനി അങ്ങോട്ടും നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് പറയുമ്പോൾ മാത്രമാണ് ഞാൻ കുറച്ച് ഇമോഷണലായി പോകുന്നത്. നിങ്ങളുടെ സ്നേഹവും പ്രോത്സാഹനവും ഒക്കെ എപ്പോഴും ഇനി മുന്നോട്ട് വേണം. അത്രമാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക് യു. Where entertainment means information. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി SAG News ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.